ശ്രീ ഷാജി നടേശൻ, നിർമ്മാതാവ് മാത്രമല്ല, അല്ല എനിക്കറിയാം, അതിലോട്ട് വരുന്നുണ്ട് പൃഥ്വി. അത് കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഷാജിയുടെ അടുത്ത് എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള, സാധാരണ മലയാള സിനിമയിൽ സിനിമ എടുക്കണമെന്ന് പാഷനേറ്റ് ആയിട്ട് വരുന്ന നിർമ്മാതാക്കളുണ്ട്, വളരെ നല്ല സിനിമകൾ ഉണ്ടാവണമെന്ന്. പക്ഷേ അഭിനയിക്കാൻ വേണ്ടി സിനിമയിൽ വരുന്ന വേറൊരു പാറ്റേണിലായിട്ടുള്ളവരുണ്ട്. അഭിനയം ഇഷ്ടമുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മേഖല തന്നെ ആയിരുന്നു. പിന്നെ ഈ സിനിമയുടെ നിർമ്മാണ പങ്കാളി ആയതിനെ പറ്റി ഒന്ന് പറയാം. ആദ്യമായി അഭിനയം ഇഷ്ടമുള്ള മേഖലയൊന്നും അല്ല, എനിക്ക് അഭിനയിച്ച് പോയതാണ്. നിർബന്ധിപ്പിച്ച അത് സന്തോഷേട്ടൻ ഒരു ദിവസത്തേക്ക് ഒന്ന് മുഖം കാണിക്കുക, അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് എത്തിയിട്ടില്ല, നല്ല സൈസുള്ള ഒരാൾ വേണം, ഷൂട്ടിംഗ് മുടങ്ങും. സോറി, ഞാൻ ഒന്നുകൂടി ഇന്റർപ്റ്റ് ചെയ്തതിന്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ അറിയേണ്ട സത്യാവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ, ഷാജി നടേശൻ എന്ന നടനെ സൃഷ്ടിക്കുന്നത് ഷാജി നടേശൻ എന്ന നിർമ്മാതാവാണ്. കാരണം അവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു ദിവസം 1000 രൂപയും ജിം ജൂനിയർ ആർട്ടിസ്റ്റിന് 5000 രൂപയുമാണ്. അപ്പൊ നമ്മൾ ഒരു ദിവസം സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരു 300 പേരും ജിം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരു 10 പേരും പറഞ്ഞു. അപ്പൊ ആ 10 പേര് എന്തായാലും കിട്ടിയേ പറ്റൂ. അത് ഏത് സീനാണെന്ന് ചോദിച്ചാൽ, ഇതിൽ വാട്ടർ ബഫലോസിന്റെ കൂടെ ബഫലോസിന്റെ മാസ്ക് ഇട്ട് വെള്ളത്തിൽ നീന്തി പോകുന്ന ഒരു സീനുണ്ട്. അപ്പൊ ജിം ജൂനിയർ ആർട്ടിസ്റ്റുകൾ 10 ആവശ്യപ്പെട്ടെടുത്ത് 9 പേരെ വന്നുള്ളൂ. അപ്പൊ രാവിലെ ഞാൻ പറഞ്ഞത് നടക്കില്ല, 10 പേര് വേണം, സന്തോഷം ഇപ്പോൾ വരുന്നു. അപ്പൊ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒരു ജിം ജൂനിയർ ആർട്ടിസ്റ്റിനെ എമർജൻസി ബേസിസിൽ ബോംബെയിൽ നിന്ന് എത്തിക്കാൻ ഒരു 50,000 രൂപയുടെ ചെലവുണ്ട്. അപ്പോൾ ഷാജി നടേശൻ ഷർട്ടൂരി. അതാണ് സംഭവിച്ചത്. അത് ഒരു വലിയ തമാശയുണ്ട്. കാരണം ഷാജി നടേശൻ എന്നെ പോലെ തന്നെ ഒരു തിരുവനന്തപുരംകാരനാണ്. പക്ഷെ എന്നെ പോലെ തിരുവനന്തപുരം സ്ലാങ് മറച്ചു പിടിച്ച് മലയാളം സംസാരിക്കാൻ പഠിച്ച ഒരു വ്യക്തിയല്ല. ഷാജി നടേശൻ എന്നും തിരുവനന്തപുരം മലയാളമാണ് സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭാഷയാണത്. പക്ഷെ ഞാനത് എൻ്റെ എവിടെയോ ഉള്ളൊരു മധ്യതിരുവിതാംകൂർ ഇൻഫ്ലുവൻസ് കാരണം എനിക്കത് മറച്ചു പിടിക്കാൻ സാധിക്കും. അപ്പൊ ഇതിൽ ആദ്യമായി കൈമൾ പറയേണ്ടിയിരുന്ന ഡയലോഗ് എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ആ ഡയലോഗ് എന്തായിരുന്നു എന്നുള്ളത് ശങ്കർ പറയും. ഡയലോഗ് പറഞ്ഞാൽ മാത്രം പോരാ, ഇത് അതേ മൊമെന്റിൽ വെള്ളത്തിലൂടെ സ്വിം ചെയ്ത് സൈഡിൽ 2 ബഫലോസ് എരുമയുടെ ചവിട്ട് കൊള്ളാതെ ഇത് പറയണം. പന്തീരാണ്ടെ പോരിനും വീഴാത്ത അറയ്ക്കൽ കോട്ടയ്ക്ക് ഒരേ ഒരു വിന, ഒരേ ഒരു ഭയം, അഞ്ചലക്കോട്ടയിൽ തീതുപ്പാൻ കാത്തു നിൽക്കുന്ന 101 പറങ്കി പീരങ്കി. ഇത് ഇദ്ദേഹം പറയണം. അതാണ് ഡയലോഗ്. അപ്പൊ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ, പന്തീരാണ്ട് പോയതിന് വീഴാത്ത അറയ്ക്കൽ കോട്ടയ്ക്ക് എന്തൊരു ഒരേ ഒരു വിന, അതെന്ത് ചെയ്താലും അറയ്ക്കൽ കോട്ട ഉണ്ടല്ലോ, അതെന്ത് ചെയ്താലും വീഴൂല കേട്ടോ. ഇതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ വടക്കൻ മലബാറിലെ ചിറക്കൽ മഹാരാജാവിന്റെ പ്രധാന പടയാളിയായ കൈമൾ വളരെ പെട്ടെന്ന് നെടുമങ്ങാട്ടുകാരനായി. You had an experience working with Aishwarya Rai and you also had an experience working with Genelia. Whom would you like to work with next? Both these people. കാരണം I know it's a very diplomatic answer. Aishwarya Rai is a person from whom you can learn a lot of things. Probably Aishwarya Rai is the most professional actor, male or female, that I have worked with in my entire life. അതുപോലെ തന്നെ ദീപകേട്ടാ, നേരത്തെ പറയുകയാണെങ്കിൽ നമ്മുടെ മ്യൂസിക് ഡയറക്ഷൻ്റെ സൈഡ്, അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ റീറെക്കോർഡിങ്. ഇവിടെ റീറെക്കോർഡിങ്ങും പിന്നെ DTS മിക്സിങ്ങും സൗണ്ടിൻ്റെ ഒരു കളി വളരെ ഭദ്രമായിട്ട്, അധികം ബഹളങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിലും നമുക്കൊരു പിൻ ഡ്രോപ്പ് സൈലൻസിൽ പോലും ചില സൗണ്ട്സ് വളരെ പിക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വാർ സീക്വൻസസിലും അങ്ങനെ പല സീക്വൻസിലും അത് പിക്ക് ചെയ്യാൻ പറ്റും. അതിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടൊരു സ്റ്റഡി ചെയ്തിരുന്നു? ഐ മീൻ ഇത് ഇങ്ങനെ അതിനോട് ടൈം കിട്ടിയിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നോ? I should thank the sound designer, Mr. Raj Krishnan, from 4 frames. ഞങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നു. രാജ് കൃഷ്ണന്റെ ഒരു ഇൻപുട്ട് വാസ് ഫിനോമിനൽ. കാരണം ഞാനും രാജും രണ്ടുപേരും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത്, ഇന്ന സീൻസ് വി ഹാവ് ടു ട്രീറ്റ് ഇറ്റ് മ്യൂസിക്കലി, ഇന്ന സീൻസ് വി ഹാവ് ടു ട്രീറ്റ് ഇറ്റ് വിത്ത് എഫക്ട്സ്. ചില സീൻസ് എഫക്ട്സിന് ഇമ്പോർട്ടൻസ് കൂടിയാലായിരിക്കും നല്ലത് എന്ന് ഞാൻ പറയുമ്പം രാജ് തന്നെ എൻ്റെ അടുത്ത് പറയും, ഇല്ല ചേട്ടാ, ഇത് എഫക്ട്സിൻ്റെ ഒപ്പം മ്യൂസിക് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് പോവുകയാണെങ്കിൽ വി ക്യാൻ ബ്രിങ് എ വെരി ഡിഫറെൻറ്റ് കളർ ഫ്രം വാട്ട്സ് എക്സിസ്റ്റിംഗ്. അങ്ങനെ ആക്ച്വലി ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. രാജിൻ്റെ കോൺട്രിബ്യൂഷൻ ഇസ് ആഡഡ് സോ മച്ച് ടു ദ ടോട്ടൽ ഇമ്പാക്ട്. ഇപ്പം കുറച്ച് ആൾക്കാരെ എൻ്റെ അടുത്ത് കണ്ടിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ അവർ ഇന്ത്യയിൽ നിന്നും ഫൈനൽ DTS മിക്സ് ചെയ്തതെന്ന് പറഞ്ഞ് വിശ്വസിച്ചില്ല. അത്രയും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലാണ് രാജ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് ബിഗ് ഹാൻഡ് ടു രാജ് കൃഷ്ണൻ ഫോർ ദാറ്റ് വർക്ക്. ഒരു ഡ്രീം റോൾ ഉണ്ടാവുമല്ലോ, കാരണം 10 വർഷക്കാലമായിട്ട് ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. ഇനി താങ്കളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഡ്രീം റോൾ ഉണ്ടെങ്കിൽ അതേതാണ്? എൻ്റെ മനസ്സിലൊരു ഡ്രീം റോൾ അല്ല, എൻ്റെ മനസ്സിലൊരു ഡ്രീം ആണുള്ളത്.
ഇന്നത്തെ ജനറേഷൻ, അത് പ്രേക്ഷകരാണെങ്കിലും സിനിമാ പ്രവർത്തകരാണെങ്കിലും നിങ്ങളും ഞാനും അടങ്ങുന്ന ഇന്നത്തെ ജനറേഷൻ, വാട്ട് വി ഷുഡ് വർക്ക് ടുവേർഡ്സ് ഇസ് ദാറ്റ് നാളെ മലയാളം സിനിമേനെ ഹൗ ക്യാൻ വി ടേക്ക് ഇറ്റ് അക്രോസ് ദ വേൾഡ്. മലയാള സിനിമ, മലയാളം എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിൽ നിന്നും ഔട്ട്സ്റ്റാൻഡിങ് സിനിമ പ്രോഡക്ട്സ് ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. രാജു ചേട്ടൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പാട്ട് പാടുമോ? ഏതെങ്കിലും ഒരു പാട്ടിന്റെ 2 വരി. ഇനിയും പാട്ടുകാരുടെ ബാക്കിയുണ്ട്. രശ്മി സാരല്ല, ഞങ്ങൾക്ക് ഈ വിഷു പൂർത്തിയാവണമെങ്കിൽ ചേട്ടൻ പാടണം പ്ലീസ്. എന്റെ അമ്മച്ചി. വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ, തെക്കു തിത്തൈ ചോടും വെക്കണ, കിഴക്കിലെ മൈനെ കാണാം പടിഞ്ഞാട്ടിലെ എന്താവോ. വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ, തെക്കു തിത്തൈ ചോടും വെക്കണ, കിഴക്കിലെ മൈനെ കാണാം പടിഞ്ഞാട്ടിലെ എന്താവോ. കൂട്ടുകെട്ടിലെ വീര ഞാൻ കെട്ടുകെട്ടി അങ്ങ് പോണൻ ചങ്ങായി. കണ്ണടച്ചൊന്നു നിന്നാൽ എൻ മുന്നിലായി വന്നു നിൽക്കാം ചങ്ങായി. എന്നുള്ളിൽ നീയല്ലേ ഇനി അങ്ങോട്ടിങ്ങോട്ടങ്ങോട്ടിങ്ങോട്ടിങ്ങോട്ടിങ്ങോട്ട്. വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ, തെക്കു തിത്തൈ ചോടും വെക്കണ, കിഴക്കിലെ മൈനെ കാണാം പടിഞ്ഞാട്ടിലെ എന്താവോ. മോളുടെ വിഷു പൂർത്തിയായില്ലേ? ഇപ്പം ഈ ഉറുമി എന്ന് പറയുമ്പോൾ തന്നെ ലൈക്ക് വി ഹാവ് ലോട്ട്സ് ഓഫ് നോവൽ തിങ്സ്. ബിഗിനിങ് നമ്മുടെ പൂജ ഇൻവിറ്റേഷൻ കാർഡ് ഓൾസോ ഐ റിമെമ്പർ, ഒരു പസിൽ പോലെ. അപ്പം ലൈക്ക് ദാറ്റ് സംതിങ് ലൈക്ക് വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഇൻ ദ മ്യൂസിക് സെഷൻ ഇസ് ദാറ്റ് where Vidya Balan comes in, that song. For me, I like that song very much. It's like a new sound. So could you please tell me about that new talent? Chalanam Chalanam. Yeah, exactly. Reshmi, if I'm not wrong. Rather than us telling you, why don't you just listen to the singer herself? Right. Yes. Reshmi is here. Reshmi is a relatively new singer. Okay. And personally, I know that Santosh Sharma also believes the same. I think she's the most original voice to have hit Malayalam in the last 25 years. Yes. So ഈ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിംഗർ KR രഞ്ജി. പ്ലീസ് വെൽക്കം. ആൻഡ് നമുക്ക് രഞ്ജിന്ന് എന്ന സോങ്ങിലേക്ക് രഞ്ജീനെ ഇവിടെ വെച്ച് ഇന്ന് കാണുന്നതിൽ വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ രഞ്ജീനെ ആദ്യമായിട്ട് കാണുന്നത് ഇന്നാണ്. സോ വൺസ് അഗൈൻ രഞ്ജി, ഫാന്റാസ്റ്റിക്. തെളുതേളെ പൂവാന പന്തലി അല്ലോ അണിയാണി അണിയാലേ ഉഴുതുമാ മണ്ണീനെ മാറോളു ചേർത്തു പീച്ചേ അന്യരില്ലാത്തോരു കൂടും ചാമച്ചേ.
എനിക്കും നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രത്യേകിച്ച് ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ വിഷുദിനത്തിൽ തന്നെ ശരിക്കും ഉറുമിയെ പറ്റിയുള്ള വിശേഷങ്ങൾ ശരിക്കും പങ്കുവച്ചു. എങ്ങനെ ഉറുമി ഉണ്ടായി, എങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് മോൾഡഡ് ആയി, എങ്ങനെ മ്യൂസിക്കുമായിട്ട് അത് ബ്ലെൻഡ് ചെയ്തു, അങ്ങനെ ശരിക്കും കാര്യങ്ങൾ സംസാരിച്ചു. എന്താണ് കേരളത്തിലെ പ്രേക്ഷകരോട്, ഉറുമി കണ്ട പ്രേക്ഷകരോട്, ഇനി കാണാൻ പോകുന്ന പ്രേക്ഷകരോട് ഈ ഒരു വിഷുദിനത്തിൽ ഇതിൻ്റെ സംവിധായകനായ സന്തോഷ് ചേട്ടനും രാജുവിനും പറയാനുള്ളത്? ആദ്യം തന്നെ ഉറുമി എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ റിലീസായ ഈ ആദ്യത്തെ ഒരു 2 ആഴ്ചകൾ അതിന് ഇത്രയും നല്ല ഒരു വരവേൽപ്പ് കൊടുത്ത മലയാള സിനിമയെ സ്നേഹിക്കുന്ന നല്ല പ്രേക്ഷകരോട് 1000 നന്ദി. ഇനിയും തീർച്ചയായിട്ടും സന്തോഷ് ചേട്ടനും പൃഥ്വിയും ശങ്കരേട്ടനും ഷാജി ചേട്ടനും എല്ലാവരും കൂടെ ചേർന്ന്, ദീപകണ്ണൻ എല്ലാവരും കൂടെ ചേർന്നൊരു നല്ല സിനിമ വീണ്ടും ഉണ്ടാവട്ടെ. ഇതുപോലെ വേറൊരു ഉത്സവ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ ഇടയാകട്ടെ. നന്ദി, നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. ഏഷ്യാനെറ്റിൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും വിഷുദിനാശംസ.